ഗുഡ് മോർണിംഗ് കാറ്റൂസ്. ഇത് നിങ്ങളുടെ സ്വന്തം ആർ ജെ ലവ്. വെൽക്കം ടു ക്രൗൺ ആൻഡ് ക്രോസ് റേഡിയോ. ഫീൽ ദ ഹോപ്പ് ഓഫ് ഈസ്റ്റർ. നമ്മൾ ഇന്ന് ആർക്കും കേൾക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എന്തായിരിക്കും ഇനി ഗസ്? അതെ, മിസ്റ്റേക്സ്. ശരിയല്ലേ? മിസ്റ്റേക്സ് എന്നൊക്കെ കേൾക്കാൻ നമുക്ക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല, അല്ലേ? തെറ്റുകൾ ഉണ്ടാവാത്തവരായിട്ട് ആരാണുള്ളത്? നമ്മളൊക്കെ മനുഷ്യരല്ലേ, തെറ്റുകളൊക്കെ പറ്റും, സ്വാഭാവികം. പക്ഷേ തെറ്റുകൾ സംഭവിക്കുമ്പോൾ നമ്മൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഭയമോ നാണക്കേടോ ഇതെല്ലാം കാരണം തെറ്റുകൾ മറച്ചു പിടിക്കുന്നവരാണോ നമ്മൾ? അതോ ചെയ്ത തെറ്റ് ധൈര്യമായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നവരാണോ? നമുക്ക് ചിന്തിക്കാം. ബൈബിളിലെ ഒരു വ്യക്തിയെ പറ്റി നമുക്ക് കേൾക്കാം. പത്രോസ്ലീഹ. ഈശോയെ അത്രമേൽ സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ ഭയം കൊണ്ട് 3 പ്രാവശ്യം അവിടുത്തെ തള്ളി പറഞ്ഞു, അല്ലേ? പക്ഷേ ഈശോ അവനോട് ക്ഷമിച്ചു. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ തെറ്റുകൾ ചെയ്യുമ്പോൾ മനസ്സറിഞ്ഞ് ഈശോയുടെ ഒരു സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. കാരണം കരുണ നിറഞ്ഞ സ്നേഹമുള്ളവനാണ് നമ്മുടെ ഈശോ. ഇന്നത്തെ ദിവസം നമുക്ക് ഒന്ന് വിലയിരുത്താം നമ്മെ തന്നെ. തെറ്റുകളോട് എങ്ങനെ പ്രതികരിക്കുന്നവരാണ് നമ്മൾ? വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന നമുക്ക് നമ്മുടെ തെറ്റുകളും പാപങ്ങളും പതിയെ ഓർത്തെടുക്കാം. കുംഭസാരത്തിൽ ഏറ്റുപറയുന്നതിന് മുമ്പ് മനസ്സിൽ തട്ടി ഈശോയുടെ ആത്മാർത്ഥമായി മാപ്പ് പറയാം. മനസ്താപ പ്രകരണം ചൊല്ലി കാഴ്ചവെക്കാം. ആ കരുണ നിറഞ്ഞ സ്നേഹം നമുക്കും അനുഭവിക്കാം. ദേവസേകം വന്നിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീക്കുവാനേ ജീവിതം പോരാ. കഷ്ടപ്പാർത്ത് ദൈവങ്ങൾ രക്ഷിക്കുന്ന ദൈവമോർത്താൻ നന്ദി ചൊല്ലി ചാലും പരവരനോ ദേവസേകം വന്നിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീക്കുവാനേ ജീവിതം പോരാ. കർത്താവ് പട്ടാശു നേരെ തിന്നെ അവൻ നോക്കി. ഇന്ന് കൂടി പോകുമ്പോ മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ വിഷയിക്കും. ലൂക്ക 22:61. ആമേൻ. കാൽവരി